വളരെ ആശങ്കാജനകമായ മറ്റൊരു വാർത്ത മുനമ്പം വിഷയം നമ്മൾ ചർച്ച ചെയ്തു. എത്ര പേർ ദുരിതത്തിലായി എന്നുള്ളതൊക്കെ കേരളം കണ്ടതാണ്. എത്ര വലിയ സമര പോരാട്ടങ്ങൾ, എത്ര നാളുകൾ അവിടെ അവർ വലിയ രീതിയിൽ സമരം നടത്തിയ, പക്ഷെ അതിനൊന്നും പരിഹാരമായിട്ടില്ല. അവർക്ക് പരിഹാരമായിട്ടില്ല, അത് അവിടെ കൂടെ അവസാനിച്ചിട്ടുമില്ല. അപ്പോൾ കേരളത്തിൽ മറ്റൊരു മുനമ്പമാകാൻ വേറൊരു സ്ഥലം കൂടി തയ്യാറെടുക്കുന്നുണ്ട്. തളിപ്പറമ്പ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഇപ്പോൾ മിഥുൻ എത്തിക്കാൻ പോകുന്നത്. നഗരത്തിലും പരിസരങ്ങളിലുമുള്ള തളിപ്പറമ്പിലെ 400 ഏക്കറിലേറെ സ്ഥലം വഖഫ് സ്വത്തായി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. തളിപ്പറമ്പ് നഗരസഭാ ഓഫീസ് ഉൾപ്പെടെ ഉള്ള ഒട്ടേറെ പൊതുസ്ഥാപനങ്ങളും വില കൊടുത്ത് വാങ്ങിയ സ്ഥലവും ഉൾപ്പെടെ വഖഫിന്റേതാകുമെന്നാണ് സൂചന. അതേസമയം വഖഫ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമി തളിപ്പറമ്പിലെ പ്രശസ്തമായ നരിക്കോട്ടില്ലത്തിന്റെ ഭൂമിയാണെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. മിഥുൻ, ആശങ്കാജനകമായ വിവരമാണല്ലോ കണ്ണൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തളിപ്പറമ്പ് മറ്റൊരു മുനമ്പം ആവർത്തിക്കുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എത്രത്തോളം ആശങ്കാജനകമാണ് അവിടുത്തെ സാഹചര്യം? ഒപ്പം 400 ഏക്കർ ഭൂമി, അത് എങ്ങനെയാണ് ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുക? കാരണം അതിന് അവകാശവാദവുമായി നരിക്കോട്ടില്ലം എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ ആരുടെയൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കമുള്ള, നഗരസഭ അടക്കമുള്ള ആ സ്ഥലമെല്ലാം ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ നോട്ടീസ് ഈ സ്ഥലത്ത് താമസിക്കുന്നവർക്ക് അയച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് അശ്വതി, രാഗി. നമുക്കറിയാം, നേരത്തെ തന്നെ വലിയ ചർച്ചാ വിഷയമായ ഒരു സ്ഥലമാണ് തളിപ്പറമ്പിലെ വഖഫ് വിഷയം. കാരണം തളിപ്പറമ്പിൽ പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന പരമ്പരാഗതമായി സ്വത്ത് കിട്ടിയ ആളുകൾക്കൊക്കെ മുൻപ് വഖഫിൻ്റെ നോട്ടീസ് കിട്ടിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പല ആളുകൾക്കും ഈ വഖഫ് ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് നോട്ടീസ് ലഭിച്ച് അത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ ഇടക്കാലത്ത് അത് നിലച്ചു പോയിരുന്നെങ്കിലും വളരെ പെട്ടെന്നാണ് ഇപ്പോൾ ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് 400 ഏക്കറിലേറെ ഭൂമി വഖഫിൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വഖഫ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ഒരു നീക്കമൊക്കെ തന്നെ നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആശങ്കാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വഖഫിൻ്റേതെന്ന് പറയുന്ന 400 ഏക്കറിലേറെ ഭൂമിയിൽ ഇപ്പോൾ തളിപ്പറമ്പ് നഗരസഭാ ഓഫീസും അവിടെ ആശുപത്രിയും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളും ഒക്കെ താമസിച്ചു വരികയാണ്. അപ്പോൾ ഈ അവകാശവാദം, ഒരു സുപ്രഭാതത്തിൽ ഈ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അതിൽ എടുത്തു പറയേണ്ടത്, എവിടെയൊക്കെയാണ്, ഏതൊക്കെയാണ് ഈ വഖഫിൻ്റെ ഭൂമി എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ഇതാകട്ടെ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡിൽ നിന്ന് ഉടമകൾക്ക് നോട്ടീസ് ലഭിക്കുമ്പോൾ മാത്രമേ ഇത് ഏതൊക്കെ സ്ഥലമാണ് വഖഫ് ബോർഡിൻ്റെതായി ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അത് കൂടുതൽ ആശങ്കയാണ്. അപ്പോൾ ഏതൊക്കെ ഭൂമിയാണ് എന്നത് തളിപ്പറമ്പ് നഗരത്തിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് മുഴുവൻ ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ വഖഫ് ബോർഡിൻ്റേതാണ് എന്ന് വഖഫ് ബോർഡ് പറയുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഭൂരിഭാഗം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരാരും പരസ്യമായി രംഗത്ത് വരാൻ കൂടി തയ്യാറാവുന്നില്ല. ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ എന്ന് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. തളിപ്പറമ്പ് നഗരത്തിലും അതുപോലെ തന്നെ മന്ന തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ച ഭൂമിയുള്ളത്. അപ്പോൾ ഇത് സിവിൽ കേസായി മുന്നോട്ട് പോകുമ്പോൾ അത് ഏത് കാലം തങ്ങൾക്ക് നീതി ലഭിക്കുന്നൊരു ആശങ്ക കൂടി ജനങ്ങളെ സംബന്ധിച്ച് ഉണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തളിപ്പറമ്പ് നഗരത്തിൽ ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന പല സ്ഥലങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തളിപ്പറമ്പിലെ പ്രശസ്തമായ നരിക്കോട്ടില്ലത്തിൻ്റെ ഭൂമിയാണെന്നൊരു കാര്യം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. കാരണം അവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാക്കാൽ ലീസിന് കൊടുത്ത ഭൂമിയാണിതൊക്കെ. ആ ഭൂമി പിന്നീട് കൈമറിഞ്ഞു പോവുകയും ആ ലീസിന് കൊടുത്ത ആളുകൾ അത് മറ്റ് സ്വകാര്യ വ്യക്തികൾക്ക് വിൽക്കുകയും അത് പള്ളിക്ക് സമർപ്പിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഇത് വഖഫായി മാറിയത്. അല്ലാതെ ഇത് വഖഫ് ഭൂമിയല്ല, ഇത് ആ നരിക്കോട്ടില്ലത്തിൻ്റെ ഭൂമിയാണ് എന്നൊരു വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും നിയമ പോരാട്ടങ്ങൾക്കടുക്കാനുള്ളൊരു സാധ്യത തന്നെയാണുള്ളത്. അല്ലെങ്കിൽ മറ്റൊരു മുനമ്പം ഒരു ആശങ്കയായി മാറുന്നൊരു സാഹചര്യം തളിപ്പറമ്പിൽ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് ഏതായാലും ഒരു അവസ്ഥ നിലവിലുള്ളത്. ആയിരക്കണക്കിന് ആളുകളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ വഖഫിന്റെ ഇടപെടൽ മാറുമോ എന്ന് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ആശ്വതി, തീർച്ചയായും മിഥുൻ, അങ്ങനെ തന്നെയാണ്. ആശങ്കാജനകമായ വിവരങ്ങൾ. 400 ഏക്കറിലേറെ ഭൂമിയാണ് ഇത്തരത്തിൽ ഉമീദ് പോർട്ടലിൽ വഖഫ് സ്വത്തായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു മുനമ്പം വീണ്ടും കേരളത്തിൽ ആവർത്തിക്കുമോ എന്നൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വഖഫ്, ഈ കേരളത്തിൽ കാണുന്ന ഭൂമികളെല്ലാം ഇങ്ങനെ വഖഫായി കണക്കാക്കുകയും അതൊക്കെ ഇങ്ങനെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്ന കൃത്യമായ ഉത്തരം നമുക്ക് അനിവാര്യമാണ്. കാരണം അവിടെ ഈ തളിപ്പറമ്പ് എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയാം. അവിടെ പരമ്പരാഗതമായി ഈ കാരണവന്മാർ വഴി കിട്ടിയ ഭൂമിയോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങി അവിടെ വീടൊക്കെ വെച്ച് താമസിക്കുന്നവരാണുള്ളത്.
ഒപ്പം അവരുടെ പൊതുമേഖലാ ഭൂമിയടക്കം സ്ഥാപനങ്ങളൊക്കെ. അതിൽ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. എന്തായാലും വലിയൊരു അതെ. തട്ടിപ്പാണ്. നമ്മളൊന്ന് ആലോചിച്ച് കുടുംബത്തുകാരുടെ സങ്കടം അല്ലെങ്കിൽ അവരുടെ കണ്ണീരൊപ്പാൻ ഇനിയും സർക്കാരിന് സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് തളിപ്പറമ്പിനെ കൂടി ആ രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് എന്നുള്ളതാണ്. അശ്വതി, വളരെ വേഗം ഒരു കമന്റിലേക്ക് പോകാം. നമ്മൾ നേരത്തെ നൽകിയ ഈ ബംഗ്ലാദേശ് ഭീകരന്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊച്ചിയിലെ ഒരു കുടിയേറ്റവും ഒക്കെ സംബന്ധിച്ച് വാർത്ത നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമന്റാണ്. മോൻസി മീനു പറയുകയാണ്, ഞാൻ ബഹ്റിനിലാണ്. എന്റെ കൂടെ പണി ചെയ്യുന്ന ബംഗ്ലാദേശുകാരന്റെ ബന്ധു ഇവിടെ പത്തനംതിട്ടയിൽ ജോലി ചെയ്യുന്നുണ്ട്. വിവാഹം കഴിച്ച് കുട്ടികളുമുണ്ട്. അവർ ഇവിടെ പഠിക്കുന്നുമുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ അവർ അവിടെ ഇവരുമായിട്ടൊക്കെ അടുത്തിടപഴകുമ്പോൾ അവരുടെ ബന്ധുക്കളൊക്കെ കേരളത്തിൽ എങ്ങനെയാണ് എത്തിയത് എന്നതൊക്കെ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തീർച്ചയായും. പോണം.